السلام عليكم ورحمة الله وبركاته. الحمد لله. صلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم أجمعين أما بعد. ಇರ್ಸತೋ ಸಹೋದರಮಾರ ಸಹೋದರಿಮಾರ, ಅಣ್ಣೂರ್ ಚೊಲ್ರ ಈ ಚಾನಲ್ ನಂಗ ಕೇಟು ಬಂದಂತುಲ್ಲೋ ಎಬಿಮಾರ ಚರಿತ್ರೆ ಐತಿ ಇಪ್ಪ ನಂಗ ಪಡ್ಚಿ ಬಂದಂತುಲ್ಲೋ ಮಹಾನಾಯೋ ಯಾಕೂಬ್ ನಬಿ ಅಲಿಹಿ ಸಲಾತು ವಸ್ಸಲಾಮರೋ ചരിത്രത്തിൽ എത്തിക്കുക. കഴിഞ്ഞ 2 ക്ലാസ്സിലുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമർ ആയാത്ത് പേരുള്ള ആയത്ത് ഖുർആനിൽ എവിടെയുള്ള ബന്നർ എത്തിക്കുക. ഞങ്ങൾ സൂറത്തുൽ ബക്കറത്ത് തുടങ്ങിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ലാസ്റ്റ് നിപ്പാട്ടിയോ സൂറത്തുൽ ഹൂദുലു അള്ളാഹു സുബാനു താല ചെന്നോ പിന്നെ പേര് ബന്നോ ആയത്ത് എത്തിക്കുക. ಅದ್ರ ಮೇ ಕಂಟಿನ್ಯೂ ಐತಿಕ್ರಿ ಇಂಡത്തെ ಕ್ಲಾಸ್ಲ್ ನಂಗ ದೇಶಿಕರು ಸೂರತುಲ್ ಹೂದ್ ಪೂಣನ್ನಾಮತ್ತೆ ಸೂರ ಅದ್ರ ವೆರಿ ನೆಕ್ಸ್ಟ್ ಬಂಡ ಸೂರ ಯೂಸುಫ್ ಅಂಕ್ ಪಿಡಿಂಡು ಯೂಸುಫ್ ನಬಿರೋ ಅಬ್ಬ ಐತಿಕ್ರಿ ಯಾಕೂಬ್ വേദായക്കും സൂറത്ത് യൂസുഫിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള യൂസുഫ് നബിയുടെ ചരിത്ര നമുക്ക് പഠിക്കുകയുള്ളത്. അവിടെ യാക്കൂബ് നബിരെ പിന്നെ പേരും പണ്ട് ചെന്നുള്ളത് നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ആ സൂറത്തിലും അതിൽ പിന്നെ ಬಂದ സൂറത്തിൽ എവിടെയുള്ള അയാളുടെ പേരുണ്ടു അതിനെ സംബന്ധിച്ച് ഞങ്ങ മനസ്സിലാക്കും. സൂറത്ത് യൂസുഫറോ 6-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല യൂസുഫ് നബിയൊട്ടിಗೆ ചെന്ന് പലകൈത്തിക്കർ. وكذلك يجتبيك ربك നിന്റെ റബ്ബ് നിന്റെ സെലക്ട് ആക്കിറ. വയുഅല്ലിമുക ഇക്ക് പഠിപ്പാട്ടിറ മിൻ തഅവീലിൽ അഹാദീസ് വിഷയത്തോ എക്സ്പ്ലനേഷൻ അതായത് കിനാവുറോ ಅದ್ರ ತವೀಲ್ ಹಾಕೋಗು ಅದ್ರ ಎಕ್ಸ್ಪ್ಲೇನ್ ಹಾಕೋಗುಲ್ಲದು അങ്ങനെ എനിക്ക് പഠിപ്പാട്ടിರ. യുതിമ്മു നിഅമത അവൻ്റെ നിഅമത്രോ അവನು പൂർത്തിയാക്കിയിട്ടുമുള്ള അലൈക വ അല ആലി യാക്കൂബ നിന്റെ മേൽ നീനാർ യൂസുഫ് നബി നിന്റെ മേലും ആ നിഅമത്ര പൂർത്തിയാക്കറ. വ അല ആലി യാക്കൂബ് ആ യാക്കൂബ് നബിയുടെ കുടുംബത്തിലും കാന്തരം ഏതുപോലെ കമ അതമ്മഹ അല അബവൈക നിന്റെ അബ്ബമാറൈത്തുല്ലങ്ങളെ മേൽ പൂർത്തിയാക്കിയത് പിന്നെ അള്ളാഹു നിഅമത്ത് കംപ്ലീറ്റ് ആക്കിയതുപോലെ അങ്ക് നിഅമത്ത് കൊടുത്തതുപോലെ അബ്ബമാറാർ മിൻ ഖബുലു ഇബ്രാഹിം വ ഇസ്ഹാഖ് നിന്റെ മുന്നിൽ കഴിഞ്ഞു പോയ അബ്ബമാറൈത്തുള്ള ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും അതുപോലെ നിന്റെ മേലും ഞങ്ങൾ എന്താക്കറ ഈ നിണ്ടും ഞങ്ങൾ സെലക്ട് ആക്കിറ. നിന്റെ മുഖാന്തരം ഞങ്ങളുടെ നിഅമത്ത് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ചൊന്നു. അള്ളാഹു ആർ ഇന്ന റബ്ബക നിശ്ചയമായിട്ടും നിന്റെ റബ്ബ് അലീമുൻ ഹക്കീമുൻ ಅವನು അലീം ഹക്കീം ಐತಿക്കർ. അലീം ചൊന്ന എല്ലാ വിഷയത്തുള്ള ഇൽമുല്ല ಅವನು അതേപോലെ ഹക്കീം ಅವನು ಜ್ಞಾನುಲ್ಲವನು ತತ್ವಜ್ಞಾನಿಯು ಐತಿಕ್ಕರ ಅಂತ ಐತಿಕ್ಕರು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಚೊತ್ತದೈತೆ ನಂಗೆ ಕಾಣೋಕೆ ಸಾಧ್ಯ. ഇനി ഇതേ സൂറത്തോ 38-ാമത്തെ ആയത്തിൽ അയാളുടെ പേര് പറഞ്ഞത് കാണാം. അല്ലാഹു ചൊല്ലുന്ന വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം വ ഇസ്ഹാഖ വ യാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. ഇത് യൂസുഫ് നബിയുടെ ചരിത്രത്തെ ഒരു ഭാഗത്തിലേക്ക് ഈ ആയത്ത് ബണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാം യൂസുഫ് നബി പിന്നെ ജയിലിಗೆ പോകണം. ആ ജയിലിൽ 2 ആൾമാർ ഇക്കറാർ. ആ 2 ആൾമാർ യൂസുഫ് നബിയൊട്ടിಗೆ പിന്നെ അങ്ങക്ക് കണ്ടക്കിന ഒരു എക്സ്പ്ലനേഷൻ കേൾക്കർ. ആ എക്സ്പ്ലെയിൻ ആക്രയ്ക്ക് മുന്നಲು യൂസുഫ് നബി ചൊല്ലದೈತಿಕರು ಕೂಡ നമുക്ക് കാണുക സാധ്യ. യൂസുഫ് നബി ചൊല്ലற പലക വത്തബഅതു മില്ലത ആബാഇ ನಾನು എൻ്റെ അബ്ബമാരുടെ മില്ലത്തൈത്തിക്ക് ഞാൻ ഇത്തിബ ആക്കും.
ಅಬ್ಬಮಾರ ಮಿಲ್ಲತ್ ಎಂದ್ರುಂಡ ಅದೈತಿಕ್ ನಾನು ಫಾಲೋ ಆಕ. അബ്ബമാരെ മില്ലത്ത് ഫോളോ ആക്കുകയല്ല. ആ 6 അബ്ബമാർ ചൊല്ലതും ഇബ്രാഹീമ, ഇസ്ഹാഖ വ യാക്കൂബ്. ഇബ്രാഹിം നബി ಐತುಲ್ಲ ನಂಡ ಅಬ್ಬ, ഇസ്ഹാഖ് ಐತುല്ല ನಂಡ ಅಬ್ಬ, യാക്കൂബ് ಐತುല്ല ನಂಡ അബ്ബറ മില്ലത്ത് എന്നാണ് ഇത്തിബാക്കർ. നോക്കറു അവിടെ ഇബ്രാഹിം നബിയിൽ സ്റ്റോപ്പ് ആക്കിർ. അയാളുടെ അബ്ബറെ പേര് ചന്തില്ല. ആസറെ മില്ലത്ര ഇത്തിബാക്കുകയാവില്ല. 6 കറക്റ്റ് ആയിട്ടുള്ള വേലുള്ളാര അങ്ങനെ മില്ലത്ത് അത് 6 ഉണ്ടും ഇവിടെ മെൻഷൻ ആക്കി അത് കൊണ്ടുത്തു. അകാനലന അന്നുശ്രിക ബില്ലാഹി മിൻ ഷൈ. അള്ളാഹുഗു ഒർക്ക പോലും ഷിർക്കാക്കുകു ഞങ്ങള മേൽ ഇതാക്കിത്തില്ല. അകാനലന ഞങ്ങൾക്ക് ഒർക്കമാവില്ല എന്താവില്ല അന്നുശ്രിക ബില്ലാഹ് അള്ളാഹുഗു ഷിർക്കാക്കു ഷൈ ഇൻ ഒരു ബസ്ർ ذلك من فضل الله علينا. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫضൽ അതൈതിക്റ് അള്ളാഹു ഞങ്ങൾക്ക് തന്നതായ ഫضൽ അലന്നാസ് എല്ലാ മനുഷ്യന്മാർക്കും വലക്കിന്ന അക്തറന്നാസ് ലാ യഷ്കുർ അങ്ങ് ചൊമ്മറ്റ മനുഷ്യന്മാർ അങ്ങ് അള്ളാഹുക്ക് ശുക്രാക്കില്ല. അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഫضൽ അത് അള്ളാഹു മാത്രമേ ഇബാദത്താക്കണു. അതൈതിക്റ് ഇബ്രാഹിം നബിര്, ഇസ്ഹാഖ് നബിര്, യാക്കൂബ് നബിര് മാർഗ ആ മാർഗത്തെ ഞാൻ ഇത്തിബാക്കറെ ചൊന്നൈതിക്റ് ആർ ചെന്നോ. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നത് ആ പേരെടുത്ത് പരാമർശിച്ച ആയത്ത് ഇതൈതിക്റും ഞങ്ങൾ മനസ്സിലാക്കണം. ഇനി സൂറത്തു മറിയമിൽ നമുക്ക് കാണാം ഈ ഈ ആയത്ത്. സൂറത്തു മറിയം 6-ാമത്തെ ആയത്ത് യരിസുനി വയരിസു മിൻ ആലി യാക്കൂബ് വജഅൽഹു റബ്ബി റദിയ. ഈ ആയത്ത് ആരെ സംബന്ധിച്ചിട്ട് വന്നത്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് 6-ാമത്തെ ആയത്ത് ചൊന്നെങ്കിൽ അതൊരു സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാം കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അപ്പോൾ സക്കരിയ നബിയുടെ സ്റ്റോറി എത്തിക്കറ് അള്ളാഹു സക്കരിയ നബിക്ക് സംബന്ധിച്ചിട്ട് എത്തിക്കറ് അള്ളാഹുടെ ചെന്നോട്ട് പണ്ടു. ആ സക്കരിയ നബി അള്ളാഹുരൊട്ടിക്ക് ദുആർക്കറും. ഇതിൽ 5-ാമത്തെ ആയത്തിൽ കാണാം ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ. എൻ്റെ പെറവുലുള്ള എൻ്റെ കുടുംബത്തിൽ നിന്ന് ബണ്ടതായോ ആ അങ്ങനെ വിഷയത്തിൽ എനിക്ക് പേടിയാവും. അതുകൊണ്ട് വക്കാന തിമ്ര അതി ആക്കിറ. എൻ്റെ പെഞ്ഞായാവട്ട് അലക്ക എന്തോ വൈസൈത്തുള്ളാൽ അലക്ക ശക്തിയില്ലാത്തവലൈത്തുള്ളാർ ഹബ്ലി മില്ലതുങ്ക വലിയൻ മാത്ര. അതുകൊണ്ട് നക്ക് പിന്നെ എന്തോ നിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയരോ നക്ക് ബേനു ഒരു കിടാവുര ബേനു ചൊന്തൈತಿ പാർക്ക്. യരിസുനി വയരിസു മിൻ ആലി യാക്കൂബ്. നക്ക് എന്തോ ಅನಂತರಾವಕಾಶಿ ಐತೆ ಅವನು ಅನಂತರಾವಕಾಶಿ ಐತಿಕೊನ್ ಯಾಕೂಬ್ ಕುಟುಂಬತ್ತುಗುಲ್ಲದಾಯೋ ಅನಂತರಾವಕಾಶಿ ಐತಿ ಅಕ್ ಬೇನು ಐತಿ ಕಿರ್ದು ಆರ್ಕರು ವಜಅಲ್ಹು റബ്ബി റദിയ. മാത്രല്ല അവൻ്റെ നീനെന്താക്കണു തൃപ്തിപ്പെട്ടതായോ ഇഷ്ടപ്പെട്ടതായോ ആൽമാരുടെ കൂട്ടത്തും ആക്കണു അള്ളാഹുറൊട്ടി പാർക്കണം. അതിൽ പിന്നെ താഴത്ത് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ. സക്കരിയ അങ്ങനെ എനിക്കിതാ ഗുഡ് ന്യൂസ് തണ്ട. ബിഗുലാമിൻ ഒരു കിടാവുര വിഷയത്തിൽ ഇസ്മുഹു യഹ്യ. യഹ്യ ചൊന്തു പേരുള്ളത്. അപ്പോൾ പേരടക്ക അള്ളാഹു സുബ്ഹാനഹു തആല ಅದರ ಚರಿತ್ರೆ ಇನ್ಶಾ ಅಲ್ಲಾ ನಂಗ പഠിക്കുകയും മനസ്സിലാക്കുകയും പോണ്ട. അത്ര ഊടെ യാക്കൂബ് നബിയുടെ പേരൈത്തിക്ക് വന്നു. അപ്പം അള്ളാഹുറൊട്ടിക്ക് ദ്വാർക്ക് യരിസുനി രണ്ട് അനന്തരാവകാശിയേറ്റ് ബേನು അങ്ങനത്തെ ഒരു കിടാവ് യരിസു മിൻ ആലി യാക്കൂബ്. യാക്കൂബ് കുടുംബത്തുക്കുമ്പതായോ നല്ല ഒരു കിടാവിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ യാക്കൂബ് കുടുംബത്തോ സംബന്ധിച്ച് നമുക്ക് കാണുക സാധ്യമാണ്. അതേപോലെ സൂറത്തു മറിയമുൽ ഫലമ്മ അഅ്തസലഹും وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് വന്നത്. അയാൾ പിന്നെ ഇങ്ങനെ ചൊല്ലുന്നത് ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. അങ്ങനെ അയാളും അള്ളാഹുക്ക് ബദലൈത്ത് ആരാധിക്കപ്പെടുന്നതായോ എന്തെല്ലുണ്ട അതെല്ലാം എന്തോ ബുട്ടുത്തു വന്നതായോ ആ ഒരു സന്ദർഭ. മാത്രല്ല അയാൾ ഇതും ചെൽ വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യ. അല്ലാഹു ചെൽറോ അങ്ങനെ നങ്ങ ഇസ്ഹാഖും മോനൈത്തുൽ ഇസ്ഹാഖ് ചൊന്തും അതേപോലെ മോൻ്റെ മോനൈത്ത് യാക്കൂബൈത്തും ഉള്ള ആ മക്കളെ ഞാൻ കൊടുത്ത
വകുല്ലൻ ജഅൽനാ നബിയ്യ, എല്ലാരും ഞങ്ങ നബിമാരും ആക്യ ചൊല്ലി അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും. നോക്കൊരു ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ വന്നത് ഈ ആയത്ത് ഞങ്ങൾ അവിടെ ഓതിര. അതായത് ഇബ്രാഹിം നബിയുടെ ആ ഒരു ദൃഢ നിശ്ചയ അങ്ങലും അങ്ങ് ആരാധിക്കപ്പെട്ടതായ എല്ലാത്തും വിട്ടിട്ട് പോണ്ടോ അതിനെ സംബന്ധിച്ച് തൈത്തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പിടിപ്പാട്ടി തന്നു. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണാം, അയാൾ ഒർക്കപ്പോലും തൗഹീദിಗೆ ಎದುರೈತುള്ള ഷിർക്ക് കുഫ്റുഗു കോംപ്രമൈസ് കാട്ടിത്തേ ഇല്ല. പത്തരം അയാൾ എല്ലാം വിട്ടുಬಿಟ್ರು. അതുകൊണ്ട് അല്ലാഹു ചൊല്ലുறது ഞങ്ങ അയാൾക്ക് അതുകൊണ്ട് ഞങ്ങ ഇസ്ഹാഖിനെ കൊടുത്ത അതേപോലെ യാക്കൂബിനെ കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും. അങ്ങനെ നബിമാരും ആക്കിയാണ്. ഇനി സൂറത്തുൽ അംബിയായിൽ കാണാം, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില വകുല്ലൻ ജഅൽനാ സാലിഹീൻ. അയാൾക്ക് ഞങ്ങ ഇസ്ഹാഖിനെ ഞങ്ങ കൊടുത്ത മാത്രല്ല പുല്ലിയൈത്ത് ഞങ്ങ യാക്കൂബിനും കൊടുത്ത. അങ്ങനെ എല്ലാവരും ഞങ്ങ സാലിഹൈത്തുൽ ആൽമാരെ കൂട്ടത്തിലും ഞങ്ങ ആക്യ. ഇത് സൂറത്തുൽ അംബിയായിൽ വന്ന ആയത്ത്. സൂറത്തുൽ അൻകബൂത്തിൽ കാണാം, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വജഅൽനാ ഫീ ദുർരിയ്യതിഹി النبوة والكتاب وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين. ഞങ്ങ അയാൾക്ക് ഇസ്ഹാഖും യാക്കൂബും ഞങ്ങ കൊടുത്ത. അള്ളാഹു ചൊല്ല ആർക്ക് പിന്നെ ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖും പിന്നെ യാക്കൂബും കൊടുത്ത. ജഅൽനാ ഫീ ദുർരിയ്യതിഹി, അയാളുടെ മക്കമാരിൽ നിന്നും ഞങ്ങ ആക്കിയ നുബൂവത്ത് കിട്ടതായ ആൽമാർ നബിമാരുടെ പരമ്പരയിട്ട് പിന്നും അയാളുടെ മക്കളിൽ നിന്നും മാരെ കണ്ടതായതുമാക്കി. വൽ കിതാബ്, ഗ്രന്ഥം അയാളുടെ മക്കമാർക്ക് കൊടുത്താക്കിയ. മൂസാ നബി അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ, ഈസാ നബി അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ, ദാവൂദ് നബി സബൂറുമൈത്ത് അയാളുടെ മക്കളെ, ഇങ്ങനെ ഉബൂവത്തും കിതാബും കൊടുക്കുന്നത്. ആതൈനാഹു അജ്റഹു ഫി ദുനിയ, അങ്ങ അയാൾക്ക് ദുനിയാവിൽ എന്താക്കിയ നല്ല പ്രതിഫല കൊടുത്ത. ഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സാലിഹീൻ, ആ ഇബ്രാഹിം നബി ആഖിറത്തിൽ സാലിഹൈത്തുള്ള ആൽമാരുടെ കൂട്ടത്തിൽ ഐത്തിക്ക്. ഈ ആയത്തിലും യാക്കൂബ് നബിയുടെ പേര് പറഞ്ഞത് കാണാം. ഇനി ലാസ്റ്റ് ഒരായത്ത് നമുക്ക് കാണാം, സൂറത്തു സ്വാദ് വദ്കുർ ഇബാദന, ഞങ്ങളെ അടിമമാരുടെ വിഷയത്തിൽ നിങ്ങൾ നെനപ്പാക്കുറു ദിക്റാക്കുറു. ആര്? ഞങ്ങളെ അടിമമാർ ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാക്കൂബ്, ഇബ്രാഹിമും ഇസ്ഹാഖും യാക്കൂബും തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നതൈ കാണാം. അപ്പൊ ഇത്തരം ആയാത്തറോ ഞങ്ങൾക്ക് പേര് പറഞ്ഞത് 10 ഖുർആനിൽ ಬಂದದಾയോ ആയാത്തിങ്ങ ഇതൈത്തിക്കർ. അതുകൊണ്ട് സഹോദരന്മാരാ, ഈ യാക്കൂബ് നബിയുടെ പേര് ಬಂದದಾയോ ഈ എല്ലാ ജാഗ്യത്തോ സംബന്ധിച്ച് ഞങ്ങ ഇനിയും അതിന് മേൽ വന്ന ആയത്തും ഈ ആയത്തും ഇതെല്ലാം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ജീവനത്തിൽ വന്ന എല്ലാ ചെറിയ വലിയ തപ്പും അള്ളാഹു ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.